guys, welcome back to my YouTube channel. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു പർച്ചേസിങ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അപ്പോൾ കല്യാണ സിൽക്സിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സ് നോക്കി നോക്കാം, നമുക്ക് എന്താ കിട്ടുകയെന്ന്. അപ്പം നമുക്ക് കമൺ ഗൈസ്, എന്താണ് ഇവിടെ പിന്നെ ക്രിസ്മസ് ആയിട്ട് ഇവിടെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പനും വീടും മരവും എല്ലാം കൂടിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലത്തെ സെക്ഷനിൽ അവിടെ സാരി ഉണ്ടാക്കുകയാണ്. അപ്പം ഈ രീതിയിലുള്ള എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അത് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെയുണ്ട് സാരി. അപ്പം നമുക്ക് പോയി നോക്കാം. ഇവിടെ നോക്കിയിരുന്നാൽ നമ്മൾ പർച്ചേസിങ് നടക്കില്ല. അപ്പം നമുക്ക് വേഗം ഡ്രസ്സ് എടുക്കാൻ നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടു നോക്കുന്നത്തെ പർച്ചേസിങ് വ്ളോഗ്. അങ്ങനെ ഇവിടുന്ന് ദീദിക്കും മക്കുള്ള ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് കിട്ടി. ഇനി എനിക്കുള്ളത് ഷോപ്പിങ്ങിൽ പോവുകയാണ്. എനിക്ക് ഇവിടുത്തെ അതൊന്നും അങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിൽ പോകാൻ വിചാരിച്ചു. ഷോപ്പിങ്ങിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകണം, നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആര്യഭവൻ ഹോട്ടലിലോട്ടോ പോയി. ഞാനും പപ്പയും ജർബിയും പൂരിയും കടലക്കറിയും ആയിരുന്നു കഴിച്ചിരുന്നത്. ഉമ്മി, മിർസി, ദീദി മസാല ദോശയായിരുന്നു. മോസ്റ്റ്ലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പൂരിയും കടലക്കറിയും. അവിടുത്തെ മസാല ദോശ അത്ര ഇഷ്ടപ്പെട്ടില്ല. പൂരിയും കടലക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാല ദോശ കുഴപ്പമില്ല, എന്നാൽ പൂരിൻ്റെ അത്ര രസമില്ലായിരുന്നു. അപ്പം ഞങ്ങളിത് തിന്ന് കഴിഞ്ഞിട്ട് നേരെ ഷോപ്പിങ്ങിലേക്ക് പോകുന്നതാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. പിന്നെ അവിടെ ഉള്ള ഒരിടത്തുള്ള ചെരുപ്പടയിൽ കയറി. അപ്പം അവിടുന്ന് ദീദിക്ക് നോക്കാനായിരുന്നു കയറിയിരുന്നത്. ദീദിക്ക് അവിടുത്തെ അങ്ങനെ ഒന്നും പറ്റിയില്ല. അപ്പം എനിക്ക് എടുത്തിട്ടുണ്ട് ഒരു ചെരുപ്പ്. പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിലേക്കാണ് പോയത്. ഇനി നമുക്ക് കാണാം. ഷോപ്പിങ്ങപ്പെട്ട് എനിക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടുന്നതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിൻ്റെ ഉള്ളിൽ കയറാണ്. അപ്പം എനിക്കുള്ള ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടട്ടെ. അപ്പം നമ്മൾക്ക് പോയൊക്കെ ഇങ്ങനെയുണ്ട്. എനിക്ക് പിന്നെ ഷോപ്പിങ്ങത്തെ ഡ്രസ്സുകളൊക്കെ അങ്ങനെ ഇഷ്ടമാട്ടോ. ചിലതൊക്കെ എനിക്ക് വേഗം ഇഷ്ടപ്പെടില്ല, കുറച്ച് ടൈം എടുക്കും ഇഷ്ടപ്പെടണമെങ്കിൽ. അത് നോക്കി ഇത് നോക്കി അങ്ങനെ ഇത് എടുത്തൊക്കെ എനിക്ക് പറ്റില്ല. അടുത്തൊക്കെ ഞാൻ ഫുള്ളും ഗിർഗിർ ചെല്ലിക്കൊണ്ടിട്ടുണ്ടാവും. എനിക്കൊരിത് തോന്നണം ഓക്കെ എന്ന്. അത് തോന്നണം വരെ ഞാൻ അവിടുത്തെ ബുദ്ധിമുട്ടിപ്പിക്കും. അങ്ങനെ എനിക്ക് ഒരു നല്ല ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഏതാണെന്ന് നിങ്ങൾ കല്യാണ വ്ളോഗിൽ കണ്ടാൽ മതി. അങ്ങനെ എനിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ പേ ചെയ്തിട്ട് പോവാണ്. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ, ഞാൻ എന്ത് പാട്ടിട്ടാലും അത് എങ്ങനെയെങ്കിലും കോപ്പിറൈറ്റ് ആയിട്ടിരിക്കും പോവുമല്ലോ. അങ്ങനെ ഇന്നലെ ഇട്ട റീൽസ് കണ്ടില്ല, അതിന് കോപ്പിറൈറ്റ് എനിക്ക് കിട്ടി. മിക്കവാറും അത് ഞാൻ ഡിലീറ്റ് ആക്കാൻ പോകുന്നുണ്ട്. കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിനി വീട്ടിൽ പോട്ടെ. നിങ്ങൾ അത് കോപ്പിറൈറ്റ് മാറാനുള്ള ഒരു സൊല്യൂഷനും പറഞ്ഞു തരണേ, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പർച്ചേസും കാര്യമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് കാണാം. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ വരുന്നതിന് വരെ ബൈ ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.